ഹലോ, റവയും അവിലും വെച്ച് ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനായിട്ട് ഇതാ 1 കപ്പ് അവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പുളിയുള്ള തൈരാണ് എടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ റവ തൈരിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ച അവിൽ കൂടെ ചേർത്ത് കൊടുക്കുക. അവിലും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വട്ടത്തിലരിഞ്ഞ പച്ചമുളകും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൈവച്ച് നല്ലപോലെ കുഴച്ച് എടുക്കാം. ഇപ്പോൾ ഇതാ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് ഒരു ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന അതേ ഇതിലാണ് മാവ് എടുക്കുന്നത്, ആ റൗണ്ടിൽ. അങ്ങനെ അതെടുത്ത് കയ്യിൽ അല്പം എണ്ണ തടവി മാവെടുത്ത് കട്ട്ലേറ്റിൻ്റെയൊക്കെ ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുഴുവനും കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരമാണ്. അപ്പോൾ നല്ല എരിവും ആ തൈരിൻ്റെയൊക്കെ ഒരു പുളിപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. റവ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറായി വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ കളറിൽ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതാ റവ വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, പുറമെ നല്ല ക്രിസ്പി ഉണ്ട്. കണ്ടില്ലേ, ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കുക. നല്ല അകമേ നല്ല സോഫ്റ്റും പുറമെ ക്രിസ്പി ആയിട്ടുള്ള ഇന്നത്തെ റവ വെച്ചുള്ള ഈ ഐറ്റം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.